ആമേൻ. എസ്ഐകൾ പ്രവചനം എടുത്താൽ എസ്ഐകൾ പ്രവചനം 47-ാം അധ്യായം. Ezekiel chapter 47. അതിന്റെ 3-4 വാക്യങ്ങൾ വായിച്ചാൽ. Verses 3 and 4. കിഴക്കോട്ട് നടന്നു 1000 മുഴം അളന്നു എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി വെള്ളം നരിയാണിയോളം ആയി അവൻ പിന്നെയും 1000 മുഴം അളന്നു എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി വെള്ളം മുട്ടോളമായി അവൻ പിന്നെയും 1000 മുഴം അളന്നു എന്നെ കടക്കുമാറാക്കി വെള്ളം അരയോളം ആയി. ആമേൻ. സ്തോത്രം. അടുത്തോടെ വായിച്ചു. 1000 മുഴം അളന്നു അത് എനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി വെള്ളം പൊങ്ങി നീന്തിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു. ആമേൻ. നമ്മൾ ധ്യാനിച്ചു പറഞ്ഞായിരുന്നു ആത്മിക വളർച്ച. ആമീൻ. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. We have discussed this before. The growing in the Spirit is something that the Holy Spirit deeply desires. നമ്മൾ വളരുകയല്ല, കർത്താവ് വളർത്തുകയാണ്. We're not growing by ourselves, but the Holy Spirit, God is enabling us to grow. നമ്മൾ ദൈവത്തിന്റെ ആത്മാവിന് വിധേയപ്പെടുന്നതനുസരിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കും. As in how we submit ourselves to the Holy Spirit is how God enables us to grow. ഈ വിഷയത്തിൽ എവിടെ നിങ്ങൾ തൃപ്തരായി പോയാൽ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റത്തില്ല. If you become satisfied in any of this process, you will not be able to grow. കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ മതിയെന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് പിന്നെ അതിന്റെ അകത്തുനിന്ന് മുന്നേറാൻ കഴിയത്തില്ല. If you find satisfaction and say, oh, this is enough, you cannot move forward. എന്നാൽ അതിന്റെ അപ്പുറമായി ചിലതൊക്കെ ഉണ്ട്. ഇത് പോരാ, ആഴത്തിലോട്ട് ഇറങ്ങണം, എനിക്ക് അല്പം കൂടെ കൃപ പ്രാപിക്കണം, ദൈവ സാന്നിധ്യം അല്പം കൂടെ അടുത്ത് അനുഭവിക്കണമെന്ന് ഹൃദയത്തിനകത്ത് ആഗ്രഹമുള്ളവർ അതിനുവേണ്ടി കൊതിക്കുവാനായിട്ട് തുടങ്ങും. But those who deeply desire and think that there's something more and who are hungry to know more of the Holy Spirit and His power, they will definitely move forward and grow. ചിന്തിച്ചായിരുന്നു, ആദ്യം ഇതിങ്ങനെ കാണുകയായിരുന്നു. Initially we see it. എന്നാൽ പിന്നത്തേത് അനുഭവിക്കാനായിട്ട് തുടങ്ങി. Later on you start to experience it. Praise the Lord. നമ്മളെ ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുകയും ചെയ്യും. ആഗ്രഹിക്കുന്നവരെ അനുഭവിപ്പാനും കർത്താവിന്റെ ആത്മാവ് ഇടയാക്കും. Initially you see, and those who desire will also experience it. ആദ്യ നൂറ്റാണ്ടുകളിൽ അത്ഭുതങ്ങളും അടയാളങ്ങൾ വീര്യപ്രവൃത്തികൾ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ആത്മാവിൽ കണ്ടിട്ടുണ്ട്. വചനത്തിലൂടെ നമുക്ക് ആത്മാവിൽ അത് ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് കാണുകയും കേൾക്കുകയും പണ്ടത്തെ ഒരു ചരിത്രമായി മാറുകയല്ല. ഈ തലമുറയിലും അങ്ങനെ ഇറങ്ങുവാൻ, ആത്മശക്തിക്കകത്ത് ഇറങ്ങുവാൻ തയ്യാറായാൽ വീണ്ടും ആവർത്തിപ്പാൻ ഇടയായി തീരും. We have heard so many stories about the first century miracles, and even in our forefathers' lives, the miracles that they've seen and heard. But I assure you today, those who desire it, even in this day and age, those will happen. Praise the Lord. നമുക്കൊരു കൊതി ഉണ്ടായിരിക്കണം. You should have a desire. നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കണം. You should have a ഇത് hunger. പോരാ കർത്താവേ, ഇത് പോരാ എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ആഴത്തിലോട്ട് ഇറക്കുവാനിടയായി തീരും. When you have the hunger and the desire to say, Lord, this is not enough, the Holy Spirit will lead you deeper and deeper into this. ആഴത്തിലോട്ട് പോകുന്നവർക്ക് ഒരിക്കലും ആത്മികത ഒരു മടുപ്പായി തീരത്തില്ല. Those who go deeper will never be satisfied or will find spirituality boring. ആഴത്തിലോട്ട് ഇറങ്ങുന്നവർക്ക് കൂട്ടായ്മയോ പാട്ടോ പ്രസംഗമോ അത് അവർക്കൊരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ല. അവർ ആത്മാവിൽ സന്തോഷിപ്പാനിടയായി തീരും. Those who have the deeper desire and those who travel deeper will not find fellowship preaching the word of God as boring. നരിയാണ് ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു തുടക്കമാണ്. The ankle length is just the beginning. അതിനുശേഷം വീണ്ടും 1000 മുഴം വളർന്നപ്പോൾ മുട്ടോളം എത്തുവാനിടയായി തീർന്നു. When he measured 1000 cubits more, it came up to his knees. ഞാൻ പറഞ്ഞു നമ്മളെ പ്രാർത്ഥനാ മനുഷ്യനാക്കി മാറ്റുകയാണ്. The Holy Spirit is changing him to become a man of prayer. ദൈവത്തിന് മുൻപാകെ നമ്മളെ തന്നെ താഴ്ത്തുകയാണ്. He's humbling ourselves before God. അല്പം ബുദ്ധിമുട്ടാണ് ഈ ലെവലിൽ മുൻപോട്ട് പോകുവാൻ. It is a bit difficult to go or proceed in this level. നമുക്ക് പ്രാർത്ഥിക്കാതെ, ആലോചന ചോദിക്കാതെ, ദൈവത്തിൽ ആശ്രയിക്കാതെ ഒരു ചുവട് മുൻപോട്ട് വെക്കുവാൻ കഴിയത്തില്ല. We cannot put a step forward without asking and seeking the desire of the Holy Spirit. ആ ലെവലിലാണ് നാം നിൽക്കുന്നത്. Because we are in that level. നമ്മൾ പ്രാർത്ഥിച്ചു പോകും. You will pray. കരഞ്ഞു പോകും. You will cry. നമ്മളെ ഇങ്ങനെ ദൈവത്തിലോട്ട് അടുപ്പിക്കുകയാണ്. It is bringing us closer to God. പ്രൈസ്. രണ്ടാമത്തെ ഈ മുട്ടോളം എന്ന് പറയുന്നത് നമ്മളെ തന്നെ ദൈവത്തിന് മുൻപാകെ താഴ്ത്തുകയാണ്.
The next step when you have reached knee level is humbling before God. ആമേൻ. യാക്കോബിന്റെ ലേഖനം 4:6 പറയുന്നു, James ആമേൻ, 4:6. സ്തോത്രം, ദൈവം നിങ്ങളെ എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. But God gives more grace. That is why more grace. God resists the proud but gives grace unto the humble. ശ്രദ്ധിച്ചേ, ആമേൻ, സ്തോത്രം, മുട്ടോളം ഉള്ള അളവിന്റെ പ്രത്യേകത നമുക്ക് പുകഴുവാനോ നമുക്ക് അഹങ്കരിപ്പാനോ നമുക്ക് ഒന്നും എടുത്തു കാണിക്കാനില്ല. നാം അറിയാതെ ദൈവത്തിന്റെ മുൻപാകെ താഴുന്നവനായിട്ട് മാറും. When you've reached the knee level, there is nothing for you to boast, there's nothing for you to take pride in, but you will eventually humble yourself before God. നമുക്കൊരു തിരിച്ചറിവുണ്ടാകും, എന്തുണ്ടെങ്കിലും ദൈവം നടത്താതെ, ദൈവം കരം പിടിക്കാതെ, ദൈവം വഴി തുറക്കാതെ എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റുകയില്ലെന്നുള്ള ആ തിരിച്ചറിവ് വരുമ്പോൾ നാം അറിയാതെ മുട്ടുമടക്കോ, നാം നമ്മളെ തന്നെ താഴ്ത്തുവാനിടയായി തീരും. You will eventually come to the realization that without God's guidance and His leading, you cannot move forward, and you will be humbling yourself before ആമേൻ. Him. ഇത് ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ്. This is a very blessed experience. ആമേൻ. ദൈവത്തിന് മുൻപാകെ താഴുന്നവരെ കാണുമ്പോൾ അറിയാൻ പറ്റും. You'll be able to understand those who are humbling themselves before God. കാരണം അവരുടെ വാക്കുകളിലാണേലും സംസാരത്തിലാണേലും മനോഭാവത്തിലാണേലും അവർക്ക് ഒന്നും പുകഴുവാനില്ല. എത്ര ഉന്നതി ഉണ്ടെങ്കിലും എത്ര കഴിവുണ്ടെങ്കിലും ദൈവം മുൻപാകെ മുട്ടുമടക്കുന്നവന് അവന്റെ സംസാരം അവന്റെ എല്ലാ നിലകളിലും അവന്റെ താഴ്മ കാണുവാനിടയായി തീരും. Those who humble themselves before God will have it in their actions, in their deeds, and in their mannerisms, because they have nothing to boast and take pride in. പ്രിയരേ, നമുക്ക് എന്തിനകത്താ പുകഴാനുള്ളത്? What do we have to boast in? എന്തിനകത്താണ് അഹങ്കരിക്കാനുള്ളത്? What do we take pride in? അവൾ ഈ മുട്ടോളമുള്ള ആ അവസ്ഥ എന്ന് പറയുന്നത് നമ്മളെ തന്നെ ദൈവത്തിന് മുൻപാകെ താഴുകയാണ്. കൃപയല്ലാതെ മറ്റൊന്നുമില്ല. എന്റെ കഴിവല്ല, എന്റെ മിടുക്കല്ല, എന്റെ പ്രാപ്തിയല്ല, ഇത് മുഴുവൻ ദൈവത്തിന്റെ കൃപയെന്ന് നമ്മുടെ അകത്ത് വെളിപ്പെട്ട് തന്നെത്താനെ താഴ്ത്തുന്ന ഒരു മുട്ടോളമുള്ള ആത്മീയ അനുഭവം. When you've reached the level of knee height, there's nothing for you to boast. There's nothing about yourself that you can boast about. It's all the grace of God. ആമേൻ. യാക്കോബ് 4:7 പറയുന്നു, ആമേൻ, ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. James 4:7 says, submit yourselves therefore to God, resist the devil, and he will flee from അപ്പോൾ you. ദൈവത്തിന് മുൻപാകെ താഴുന്നവൻ ദൈവത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. Those who humble themselves before God are being submitted to God. അവരുടെ എല്ലാ തീരുമാനങ്ങൾ, എല്ലാ ചുവടുകൾ അംശം ദൈവാലോചന പ്രകാരമായിരിക്കും. Each and every step in their lives is according to the direction of the Holy Spirit. അങ്ങനെ ദൈവത്തിന് മുൻപാകെ കീഴടങ്ങുന്നവർക്ക് മാത്രമേ പിശാചിനോട് എതിർക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. Only those who are humble before God will be able to resist the devil. അവൻ പിശാച് ഓടിപ്പോകണമെങ്കിൽ നമ്മൾ ശാസിച്ചത് കൊണ്ട് പോകത്തില്ല, ആരാധിച്ചത് കൊണ്ട് പോകത്തില്ല. ദൈവത്തിന് മുൻപാകെ വീഴുന്ന, ദൈവത്തിന് മുൻപാകെ മുട്ടുമടക്കുന്ന, ദൈവത്തിന് കീഴടങ്ങുന്നവൻ അവൻ പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ പിശാച് ഓടിപ്പോകാനിടയായി തീരും. If you want the devil to flee, it does not flee by your strength or how you worship or how you pray, but if you submit yourself before God in your worship, in that humility, he will flee. അധികം താഴുന്നതനുസരിച്ച് അധികം പരിശുദ്ധാത്മ നിന്നെ ഉയർത്തുവാനിടയായി തീരും. The more you humble yourself before God, the Holy Spirit will lift you up. ദൈവം കരങ്ങൾ എടുക്കണമോ? ആമേൻ. ഉപാധികൾ മറ്റൊന്നുമില്ല. ദൈവത്തിന് മുൻപാകെ താഴുക. If you want to be used by God, there is no other way but to humble yourself before പത്രോസ് God. പറയുന്നു, തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. Amen. To be lifted in the right time, humble yourself in His right hand. Praise the Lord. ഉയർത്തും ദൈവം കേട്ടോ. God will lift you up. എപ്പോൾ നീ താഴുമ്പോൾ, നീ വിനയപ്പെടുമ്പോൾ, നീ നിന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ, ആമേൻ, സ്വന്തം ദൈവത്തെ സമ്മതിക്കുമ്പോൾ, ആമേൻ, ഒരു സമയമുണ്ട് താഴുന്നവൻ, കീഴടങ്ങിയവൻ, വീണ് കിടക്കുന്നവന് ഉയർത്തുന്ന സമയമുണ്ടെന്ന്. When you humble yourself, when you are completely in the submission of God, He will raise you up in His according time. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഈ മുട്ടോളമുള്ള അനുഭവം ഇല്ലെങ്കിൽ നമ്മൾ തന്നെത്താനെ പലതിനകത്ത് ഇറങ്ങി തിരിപ്പനിടയായി തീരും. If you do not have the situation where you're in the knee height, you will go according to your ways. നമ്മൾ തന്നെ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും. You'll try to find solutions on your own. എന്നാൽ കർത്തൃത്വം കർത്താവിനായതുകൊണ്ട് മുട്ടോളമുള്ള അനുഭവമുള്ളവൻ അവൻ വീണ് കിടക്കാൻ നല്ല ഉറപ്പുണ്ട്. അവൻ യഹോവയുടെ വഴി തികവുള്ള വഴിയാണ്. അവന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ഉയർത്താൻ കർത്താവ് തയ്യാറാണെങ്കിൽ കീഴടങ്ങാൻ തയ്യാറാകുക.
The lordship is with God. Those who realize it will know that his ways are perfect. So even if you fall, you know that his ways are perfect and he will guide you in the right way. അടുത്തത് ഈ മുട്ടോളം അവസ്ഥ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ദൈവത്തെ തന്നെ ആശ്രയിക്കുക. So when you have reached the level of knee height, you're completely depending upon God. പ്രൈസ് ദി ലോർഡ്. നരയാണ് ഇച്ചിരി എളുപ്പം വെള്ളത്തിൽ കൂടെ നടക്കാൻ. If it's ankle length, it's quite easy to walk on the water. മുട്ടോളം അത്ര എളുപ്പമല്ല. When it's knee height, it's not that simple. വേഗത കുറയും. Your speed will decrease. പെട്ടെന്ന് എത്താൻ പറ്റത്തില്ല. You'll not be able to reach quick. അതിനൊരു സാവകാശത്തിൽ പോയേ പറ്റത്തുള്ളൂ. You'll have to walk slow. വേഗത വേണമെങ്കിൽ തിരിച്ചു കയറണം. If you want to walk faster, you have to go backwards. ഇതിനകത്ത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അല്പം സ്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചത് ദൈവത്തെ നമ്മൾ പെട്ടെന്ന് പോകുന്നതിനേക്കാൾ നല്ലതാണ് ദൈവത്തോടൊപ്പം പതുക്കെ നടക്കുന്നത്. Amen. As I reminded you last week, instead of going faster, it is better to walk slowly with God. അവിടെയാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. That's where God teaches us ദൈവത്തെ തന്നെ ആശ്രയിക്കുക. to depend upon God അവൻ alone. എന്തും കർത്താനോട് പറയുക. To tell him anything. ഏത് ആവശ്യങ്ങളും പറയുക. To tell him about all your needs. ഒരു മടിയും വിചാരിക്കണ്ട. Without any hesitation. Praise the Lord. Praise the Lord. ചെറുതാണെ പോലും ലജ്ജ കൂടാതെ ദൈവത്തോട് പറയണം. Even if it's minute, be able to say that to God without ഞാൻ any ഒരിക്കൽ shyness. പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ പിതാവ് വളരെത്തോളം സമയം വരെ ഏത് ആവശ്യം ഉണ്ടെങ്കിലും അവൻ ഒറ്റക്കോൾ പപ്പ ഇന്നത് വേണം, ഷൂ വേണം, ഫീസ് വേണം, സ്തോത്രം അന്നേരെ വിളിക്കും. Yeah, when my father was alive, all I had to do was give him a phone call that I needed this, I needed that, and I had a solution. പ്രൈസ്. അപ്പം പറയും ഒരു അടുത്ത മാസം സാലറി വരട്ടെ, 25-ാം തീയതി കഴിയട്ടെ, 10-ാം തീയതി കഴിയട്ടെ എന്നും പറഞ്ഞ് സ്തോത്രം ചോദിച്ച ഒരു ഡേറ്റിൽ എന്ത് ചെയ്തിട്ടില്ല. കാരണം അവരുടെ കുഴപ്പമല്ല, നമുക്കറിയാമല്ലോ 25-ാം തീയതി ആകുമ്പോൾ എന്തൊരു സന്തോഷമാവും. 10-ാം തീയതി കഴിയുമ്പോഴത്തേക്ക് ആരെങ്കിലും എന്ന് പറഞ്ഞ പോലെ കുടുംബം നോക്കുന്നവർക്കല്ലേ അറിയത്തുള്ളൂ. ഇങ്ങനെ മാറ്റി വെച്ചെങ്കിൽ എങ്കിലും ഏത് കാര്യം ചോദിക്കുന്നതിനകത്ത് യാതൊരു ലജ്ജയില്ലായിരുന്നു. But I did not have to hesitate in asking anything. എന്നാൽ ഹല്ലേലൂയ പിതാവിന്റെ ഓർത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. When my father has been promoted to glory. ഞാൻ ജോലി റിസൈൻ ചെയ്ത് ഒരു വർഷം കഴിയുന്നതിനകത്താണ് പപ്പായിൽ ഓർത്ത് നിന്ന് മാറ്റപ്പെടുന്നത്. He was promoted to glory within a year after my resignation. കല്യാണം കഴിച്ചു. I got married. ജിൻസി എൻ്റെ കൂടെ ഉണ്ട്. Jinsi is with me. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോഴും ധൈര്യം ഉണ്ടായിരുന്നു. അപ്പനുണ്ടല്ലോ. ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അത്യാവശ്യം കാര്യം നടക്കാൻ പുള്ളി സഹായിക്കുമെന്നുള്ളൊരു ചിന്ത എൻ്റെ അകത്തുണ്ടായിരുന്നു. I was confident that my father would be there to help me through Bible college. പക്ഷെ പ്രതീക്ഷകളെ മുഴുവൻ എടുത്തു കളഞ്ഞു. But against all my hopes, ജീവിതത്തിൽ ഇന്ന് വരെ ആരോടും ഒന്നും ചോദിച്ചിട്ടില്ല. I have not asked anyone for anything in my life. കാരണം വലിയ കുഴപ്പമില്ലാതെ നടത്തുന്ന ഒരു പിതാവിനെ ദൈവം തന്നിട്ടുണ്ടായിരുന്നു. Because I had a father who was able to provide me. ഭയങ്കര ഷോക്കായി പോയി. It was very shocking for me. മുൻപിൽ പെട്ടെന്ന് ഒരു ശൂന്യത കയറി വന്നു. I found emptiness before me. ആരോട് ചോദിക്കും? Who will I ask? മമ്മി ഞങ്ങളുടെ കൂടെ ഉണ്ട്. My mother is with me. ഞാനന്ന് ട്രിവാൻഡ്രത്ത് ഒരു മിഷൻ ഒരു പുതിയ പൈനർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. I was doing a new pioneer work in Trivandrum. എൻ്റെ കൂടെ 2 സഹോദരന്മാരുണ്ട്. I had 2 brothers with me. എന്റെ പ്രിയപ്പെട്ടവരെ അവരെനിക്ക് പൈസ തന്ന് പെട്രോൾ അടിച്ച അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. There were situations where they would pay for the petrol. ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. I went through a lot of struggles. ഒരു ദിവസം ഹല്ലേലൂയ എനിക്ക് സ്വത്രാഴ്ച ഇടാൻ ട്രെയിൻ ട്രിവാൻഡ്രത്താണ് വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാത്ത സാഹചര്യം ഉണ്ടായി. There was a situation where I had to put offering, but I did not have enough to go back home. എൻ്റെ ചേച്ചികൾ കുവൈറ്റിലുണ്ട്, സഹോദരങ്ങളൊക്കെ ഇവിടെ യുകെയിലുണ്ട്, യുഎസിലുണ്ട്. ആരോടെങ്കിലും ചോദിച്ചാൽ 100% എന്നെ സഹായിക്കാൻ മനസ്സുള്ള ഒത്തിരി പേര് എനിക്കുണ്ട്. I had relatives, I had my sister and my brother in parts of UK and in Kuwait. If I would have asked them, they would have surely helped me out. ഒരു ദിവസം പേഴ്സ് എടുത്ത് തുറന്ന് ഒറ്റ കരച്ചിലങ്ങ് കരഞ്ഞു. When I opened my wallet one day, I started weeping. കർത്താവേ, ഇന്ന് വരെ ആരോടും ചോദിക്കാൻ എനിക്ക് ഇട വന്നിട്ടില്ല. God, to this day I have not asked anyone. ഞാൻ അങ്ങനെ ശബ്ദം കേട്ട് വ്യക്തമായ നിയോഗത്തോടു കൂടി ജോലി കളഞ്ഞിറങ്ങി തിരിച്ചതാണ്. Lord, I resigned my job after hearing your voice, and I was very sure about it. സ്തോത്രം. എനിക്ക് പറയാൻ പറ്റത്തില്ല ഇന്ന് വരാൻ കഴിയത്തില്ല, വണ്ടിക്കൂലി ഇല്ലാത്തോണ്ട് വരാൻ കഴിയത്തില്ല എനിക്ക് പറയാൻ പറ്റത്തില്ല. God, I cannot say that because I do not have the money to travel, I will not be able to come. ഹൃദയത്തിനകത്ത് വേദനയുണ്ടായി. I had a huge burden, a pain in my heart. വീട്ടിൽ ഞാൻ തന്നെയുള്ളായിരുന്നു. I was alone at my home. പേഴ്സ് തുറന്ന് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. I opened my wallet and started praying. എനിക്ക് സമ്പാദിക്കാനൊന്നും വേണ്ട. God, I do not need to earn anything. കർത്താവേ, ഇല്ലെന്ന് പറയാൻ എനിക്ക് അറിയത്തില്ല.
God don't enable me to say I don't have. എനിക്ക് അവിടെ പോയി ശുശ്രൂഷ തിരിച്ചു വരണം. Lord, I want to do the ministry and come back. എന്റെ കൂടെ സ്വതന്ത്രം ദൈവം തന്ന തുണയുണ്ട്. സ്വതന്ത്രം സന്തോഷത്തോടെ ഞങ്ങൾക്ക് മുൻപോട്ട് പോകണം. I have the partner that you have given me and I want to lead a good and happy life with her. സ്വതന്ത്രം ലജ്ജ കൂടാതെ പറയാൻ തുടങ്ങി. I want to speak without any shame. ഇവിടത്തെ അപ്പനോട് പറയുന്നത് പോലെ സ്വർഗീയ അപ്പനോട് പറയാൻ തുടങ്ങി. And I started talking to God as if I was speaking to my physical father. എല്ലാം പറയാൻ തുടങ്ങി. I started sharing everything. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്റെ ഒരു കൂട്ടുകാരന്റെ മാതാവിന് ദൈവം ദർശനം കൊടുത്തു. A friend of mine, mother of my friend had a vision. എന്റെ പേര് എഴുതി കൊടുത്തു. My name was written in the vision. അന്ന് ഭാരപ്പെടുന്ന വിഷയത്തെ വെളിപ്പെടുത്തി കൊടുത്തു. And God revealed the trouble I was going through. അവനോട് പറഞ്ഞു ഇത്ര രൂപ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. And God said to her, send this much rupees to him. ഞാൻ വീട്ടിൽ ആരും കാണാതെ പേഴ്സ് തുറന്ന് കരഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ആൻറ്റി ഇന്ന് വരെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് അത് കണ്ടിട്ട് എന്റെ വിശ്വാസം വർദ്ധിപ്പാൻ, എന്റെ ദൈവത്തിൽ ആശ്രയം വർദ്ധിപ്പാൻ ഞാൻ പോലും അറിയാത്ത ആ വ്യക്തിക്ക് എന്റെ പേരെഴുതി കാണിച്ചിട്ട് പിറ്റേ ദിവസം ആ വിടുതൽ സംഭവിച്ചെങ്കിൽ കുഞ്ഞെ ഞാൻ തീർച്ചയായിട്ടും ഉറപ്പിച്ചു പറയട്ടെ, ദൈവത്തെ തന്നെ ആശ്രയിക്കുക. അത് ദൈവം പഠിപ്പിക്കുവാനിടയായി തീരും. Amen. When I prayed in my secret room, when I cried before him, God sent the provision that I needed through someone who I have not even met. And if you believe that he will provide for you, he will. Praise the Lord. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യാൻ തുടങ്ങി. God started doing miracles. എന്റെ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി. And I started increasing പിന്നെ my ഏത് faith. വിഷയം വന്നാലും ഒരു വ്യക്തി ഞങ്ങൾ രണ്ടുപേരും കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും. എന്റെ പ്രിയരെ, ഞങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ ഞങ്ങൾ പറയുന്ന കാര്യം എത്ര അത്ഭുതകരമായിട്ട് സ്വർഗ്ഗത്തിൽ നടത്താൻ തുടങ്ങിയെന്നറിയാവോ? Amen. Ever since then, we started praying, our faith increased, and whenever we prayed, God started working miracles. എന്റെ ഒരു മാവി പറഞ്ഞു, നീ തിരിച്ച് കുവൈറ്റ് ജോലിക്ക് പോകാൻ പറഞ്ഞു. An aunt of mine said that you have to go back to Kuwait and do your job. എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അടുപ്പത്തെ കലം വെച്ചിട്ട് പ്രാർത്ഥിച്ച ചോറാകത്തില്ല, ചോറാകണമെങ്കിൽ അരി വാങ്ങിച്ചിടണം, നീ തിരിച്ച് ജോലിക്ക് പോകാൻ പറഞ്ഞു. She said that if you pray with an empty pot, you will not have food. You have to buy the food and then prepare it. Praise the Lord. ഒത്തിരി വേദനയുണ്ടായി. I was hurt. പക്ഷേ ഹൃദയത്തിനകത്തൊരു ധൈര്യം ഉണ്ടായി. But I had a courage in me. ഞാൻ ഒരു ദർശനം കണ്ടിട്ട് ഇറങ്ങി തിരിച്ചു. Because I had seen a vision. ഏത് പ്രതികൂലം ശൂന്യത വരും എന്റെ അകത്തിൽ തെളിഞ്ഞിങ്ങോട്ട് വരും. No matter what struggle and emptiness I faced, I saw this vision. അത് എന്റെ അകത്തൊരു ധൈര്യമാണ്. It gave me a courage. ഒരു ബലമാണ്. It gave me a strength. നല്ല ഉറപ്പുണ്ട്. I'm very confident. ആവേശത്തിൽ ഇറങ്ങി തിരിച്ചതല്ല. I'm not in this because I felt something. ഇവിടെ ലോകത്തിൽ എന്തെങ്കിലും സമ്പാദിക്കാൻ ഇറങ്ങി തിരിച്ചതല്ല. Not to earn anything from the world. വ്യക്തമായ ദർശനവും ദൈവശബ്ദം കേട്ടിട്ടാണ് ഈ തിരുവെടുത്തുമായി ഇറങ്ങി തിരിച്ചത്. I stepped forward after hearing the word of God and I'm very sure about it. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയായിരുന്നു. Holy Spirit was teaching me. കരയാൻ പഠിപ്പിച്ചു. Taught me how to cry. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. Taught me to pray. ഉപവാസിക്കാൻ പഠിപ്പിച്ചു. Taught me to fast. അളവ് വെറുതെയല്ല വർദ്ധിക്കുന്നത്. It's not simply that the level is increasing. കയറി വരുന്നത് ഒരു ദിവസം ആകുന്നതല്ലെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പരിശുദ്ധാത്മാവിന്റെ ട്രെയിനിങ് പീരീഡിൽ നാം വിധേയപ്പെട്ടു കൊടുക്കാമെങ്കിൽ ആത്മാവ് നമ്മളെ പണിയെടുക്കുവാനിടയായി തീരും. You don't rise in the ministry in an overnight, but God is training you step by step. Praise the Lord. സദൃശവാക്യം 3:5 പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. Proverbs 3:5 says, trust in the Lord with all your heart and lean not on your own understanding. Praise the Lord. അതുകൊണ്ട് മുട്ടോളം എന്ന് പറയുന്ന ഈ അവസ്ഥ പ്രാർത്ഥിക്കുക, ദൈവത്തിന് മുൻപ് ദൈവത്തെ തന്നെ ആശ്രയിക്കുക, ദൈവം മുൻപാകെ താഴുക, ഈ അളവിനായിട്ട് കര ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ട്. When you reach the level of need, you're fully dependent and you're fully trusting in God, and I pray that you may receive it. നമ്മുടെ അകത്തുള്ള ആത്മീക മനുഷ്യൻ ശക്തിപ്പെടുന്നത് ഈ ആശ്രയം വർദ്ധിക്കുമ്പോഴാണ്. Our inner man strengthens when we trust in God more. Praise the Lord. നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങും. Our faith starts to increase. നമ്മൾ പ്രാർത്ഥിച്ച വിഷയം നമ്മുടെ കണ്ണിന് മുൻപിൽ വിടുതലായിട്ട് വെളിപ്പെടുമ്പോൾ നമ്മൾ ഹൃദയത്തെ ഞരങ്ങിയ വിഷയം ഒരു ചർച്ച ചെന്നപ്പോൾ പ്രായമുള്ള ഒരു അപ്പച്ചനെ ഇങ്ങോട്ട് വിളിച്ചു. In a church, an elder of the church called me. ആ ചർച്ച ശുശ്രൂഷിക്കാൻ പോയതാ. I was about to minister.
ആമീൻ പ്രാർത്ഥന ഒരു പ്രായ അപ്പച്ചൻ എന്നെ ഇങ്ങനെ പുറകോട്ട് വിളിച്ചു. An elder of the church called me towards the back. പാസ്റ്റർ ശുശ്രൂഷ ചെയ്തപ്പോൾ ഞാൻ ഒരു കാഴ്ച കണ്ടു. ഒരു കട്ടിലിന്റെ താഴെ ഇരുന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. He said to me, I saw a vision. You were sitting beneath a bed and you were praying. കാരണം വളരെ കറക്റ്റാ. It was very true. കാരണം കട്ടിലിന്റെ പായിട്ടിരിക്കുക. Beneath my bed, I have put a mat. അത് മടക്കത്തേ ഇല്ലായിരുന്നു. I don't fold it. കാരണം അതേ ഉള്ളൂ നമ്മുടെ രക്ഷ എന്ന് പറയുന്നത്. Because that was my only solution. എന്റെ വിഷയമൊന്നും കണ്ടില്ല. He did not see any of my പക്ഷെ troubles. പ്രാർത്ഥിച്ചത് ഒരു അപ്പച്ചൻ കണ്ടപ്പോൾ എന്റെ ദൈവമേ ഇങ്ങനെ നമ്മളെ CCTV വെച്ച് മോണിറ്റർ ചെയ്യുന്ന പോലെ ഇങ്ങനെ അറിയുന്ന ഇങ്ങനെ കാണുന്ന ഒരു അപ്പനെയല്ലേ നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. It strengthened my faith that our God sees everything. ആമേൻ. ദൂത് പറഞ്ഞതിനേക്കാൾ എന്റെ അകത്ത് ഭയങ്കര വിശ്വാസം വർദ്ധിച്ചു. നാം ഇരിക്കുന്നത് പോലും അത് എങ്ങനെ ഇരിക്കുന്നത് പോലും ആമേൻ കഴിയുന്ന ആമേൻ അറിയുന്ന ദൈവത്തെ ഈ ദൈവത്തെ എങ്ങനെ ആശ്രയിക്കാതിരിക്കുമെന്ന്. Amen. My faith was deepened and strengthened because he even knew the posture that I was sitting in my deepest room. ഒരു വർഷം കടന്നുകൊണ്ട് കരയുകയായിരിക്കാം, അല്ല നടന്നുകൊണ്ട് കരയുകയായിരിക്കാം. നീ എങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ അറിയുന്ന ദൈവത്തിന് മുൻപാകെ ഇന്ന് പകലക്കാലം അവനെ തന്നെ ആശ്രയിക്കുക, അവനെ തന്നെ ആശ്രയിക്കുക, അവന്റെ മുൻപാകെ മുട്ടുമടക്കുക. അവൻ നമ്മളെ ഉയർത്തുവാനിടയായി തീരും. You may be weeping, you may be crying, but he sees you in your lowest part and he will be there with you. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഭാഗം 47:4 പറയുന്നത് അവൻ പിന്നെയും 1000 മുഴ വളർന്നു എന്നെ കടക്കുമാറാക്കി വെള്ളം അരയോളമായി. Amen. Ezekiel 4:47 verse 4. Again I measured 1,000 cubits and brought me through the waters, and the waters were to the knees, and again measured 1,000 and it brought me through the waters and it were to the loins. അപ്പോൾ മുട്ടോളം 1000 മുഴമാണ് ഈ അളവിട്ടിരിക്കുന്നത്. 1,000 cubits is the length that measured. അവൻ 10 മുഴം അങ്ങോട്ട് വെച്ചിട്ട് കർത്താവേ അടുത്ത മുട്ടോളം തരാൻ പറഞ്ഞ തരത്തില്ല. ദൈവം ഒരു ടൈം വെച്ചിട്ടുണ്ട്, അതുവരെ ഈ അളവിനകത്ത് നിൽക്കണം. If you travel 10 cubits and say, Lord, I'm ready for the next, God is not going to send it. He has set a time limit or a space for you to achieve it, and it was 1,000 cubits in നമുക്ക് this ഭയങ്കര context. ധൃതിയാണ്, ഭയങ്കര ധൃതിയാണ്. We are always in a hurry, പക്ഷേ ശാന്തമായിട്ട് നിൽക്കുന്നത് but we are still trying to be calm. കർത്താവ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. God is preparing us be calm. പണിതുകൊണ്ടിരിക്കുകയാണ്. He's building us. നമ്മുടെ അകത്തുള്ള പല ചിന്തകളെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. He's breaking our wrong thoughts. ഈ ആത്മീയ വളർച്ചയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ വിടുതൽ തിരിച്ചറിവുണ്ടാകും എനിക്ക് ദൈവം മാത്രമേ ഉള്ളെന്ന്. The biggest deliverance is that when you come to the realization, I only have God. Till you receive that deliverance, God will still guide you. Do not trust in men. Do not put your hope in men. We only have God. Only put your hope in Him. മുട്ടോളമായി കഴിഞ്ഞപ്പോൾ അതൊരു 1000 മുഴം അളന്നിട്ടുണ്ട്. 1000 എത്തിക്കഴിഞ്ഞപ്പോൾ ലെവല് മാറി അടുത്ത തലത്തിലോട്ട് കയറി അത് അരയോളമാകുവാനായിട്ട് തുടങ്ങി. When he passed the 1,000 cubits, it even increased to his loins. Praise the Lord. അരയോളം എന്ന് പറയുന്നത് നമ്മുടെ ബലത്തെ കാണിക്കുകയാണ്. Loin level means strength. യുദ്ധത്തിനായിട്ട് ഒക്കെ നമ്മൾ തയ്യാറെടുക്കുമ്പോൾ വചനത്തിലുണ്ടല്ലോ നമ്മൾ അരമുറുക്കുക എന്ന് പറയുന്നുണ്ട്. Whenever it is mentioned about going to war, it says tighten your waist. നമ്മുടെ ഇന്നർ പവറിനെ കാണിക്കുകയാണ്. It shows our inner strength. നമുക്ക് ബലം ആവശ്യമാണ്. We need strength. നമുക്ക് ശക്തി ആവശ്യമാണ്. We need strength. നമ്മൾ പോർക്കളത്തിന് മുൻപിൽ നിൽക്കേണ്ടവരാണ്. We are standing in front of a war zone. പോർക്കള ബാറ്റിൽ ഫീൽഡിലോട്ട് ഇറങ്ങുന്നതിന് മുൻപ് നമ്മളെ ശക്തീകരിക്കേണ്ട ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. It is God's responsibility to strengthen us before we go into the battle zone. അവിടെ അല്പസമയം ദൈവം നിർത്താനിടയായി തീരും. And God will enable us to stay there for a while. അടുത്ത 1000 മുഴം. For the next 1,000 cubits. ഇവിടെ ബലപ്പെട്ടോണം. You have to be strengthened ഇവിടെ here. ശക്തിപ്പെട്ടോണം. You have to be built ഇവിടെ here. കൃപ പ്രാപിച്ചു നിന്നോണം. You have to receive your grace here. ഇനി യുദ്ധത്തിലോട്ട് കയറാൻ പോകുകയാണ്. You're entering the war now. നിന്റെ നേരെ വരുന്ന പലതിനെ നീ തന്നെ കീഴടക്കാൻ പോകുകയാണ്. You have to submit some things by yourself now. ഇന്നലെ വീഴ്ത്തുകയും തളർത്തുകയും ക്ഷീണിപ്പിക്കുകയും ചെയ്ത ആ വെല്ലുവിളികളെ ദുഷ്ടാത്മാവിനെ കീഴടക്കത്തക്ക രീതിയിൽ നിന്നെ ബലപ്പെടുത്തുന്ന ഒരു അളവിലോട്ട് നീ കയറുകയാണ്. Whatever challenges that submit
comforted you in the previous days, you have to overcome. So God is strengthening you today. എന്ത് കേട്ടാലും ക്ഷീണിച്ചു പോകുന്ന, വാടിപ്പോകുന്ന, നിരാശപ്പെട്ടു പോകുന്ന അത് നിങ്ങളെ തന്നെ ആത്മശക്തി പകരുന്ന, ദൈവശക്തി പകരുന്ന, ധൈര്യത്തോടെ അതിനെ ഫേസ് ചെയ്യാൻ, ധൈര്യത്തോടെ അതിനെ കീഴടക്കാൻ നിന്റെ അകത്തൊരു ബലം പകരുവാനിടയായി തീരും. The same person who used to be weary and who used to be weak when hearing or something, God is strengthening the same you to face whatever that's coming in the future. Praise the Lord. എഫെസ്യർ ലേഖനം 3:16 പറയുന്നത്, ആമേൻ, സ്തോത്രം, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനെ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. That he would grant you according to the riches of his glory to be strengthened with the might by his spirit in the inner man. അകത്തെ മനുഷ്യൻ ബലപ്പെടണം. Your inner man should be strengthened. പരിശുദ്ധാത്മാവ് ബലപ്പെടുത്താൻ തുടങ്ങും. The Holy Spirit will start strengthening. പുറമെയുള്ള എന്ത് വിഷയം വന്നാലും നീ ഒടഞ്ഞു പോകാതെ, തകർന്നു പോകാതെ അതിനെ അതിജീവിക്കണമെങ്കിൽ നിന്റെ അകത്തെ ആത്മമനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. പരിശുദ്ധാത്മാവ് നിന്നെ അങ്ങനെ ഒരു പടയായി തീരും. If you want to overcome all of the struggles and all of the issues that you're facing today, your inner man has to be strengthened, and the Holy Spirit is doing it. അവൻ പുറമെയാണ് യുദ്ധമൊക്കെ ഉള്ളത്. It is from the outside the battle is there. അവൻ ഈ ജഡത്തിന് പനി പിടിക്കും, ക്ലേശം വരും, ഭാരം വരും, ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെങ്കിൽ അകത്തൊരു മനുഷ്യനുണ്ട്. വിന്റർ ആയാലും സമ്മർ ആയാലും ഏത് പ്രതിസന്ധി വന്നാലും ക്ഷീണം വരാത്ത, ഉടഞ്ഞു പോകാത്ത ഒരകത്തെ മനുഷ്യനുണ്ട്. അവൻ ദൈവത്തിന്റെ പദ്ധതി നിന്റെ അകത്തെ മനുഷ്യന് വെറുതെ ബലപ്പെടുത്തുകയല്ല, ശക്തിയോടെ ബലപ്പെടുത്തും. Amen. Our flesh becomes weak, our flesh becomes weary, but our inner man, whether it's winter nor summer, it will not be weary, and God wants to strengthen it with all its might. This experience should be desired and should be wanted by all of the people of God. When you have conquered one issue, another will come. That is how the system is in the world. You will not be able to overcome all your problems and then relax. So God is strengthening your inner man. Praise the Lord. Today morning the Holy Spirit is telling this word to your inner man. When your inner man has strengthened, you will be able to conquer many things. Praise the Lord. In the In the mighty name of Jesus, may that strength be upon you today morning. Every scheme of the enemy that is wearing you down, that is tearing you down, be broken in the mighty name of Jesus. Adamana daga turidera daga siya vacha prabana daga chasiyadana adaga daga tiyadana ni balapatte vachu ni shakti patte vachu ni balapatte vachu ni shakti patte vachu ninakku munnottu poya vachu ni ക്ഷീണിച്ചിരിക്കരുത് ni തളർന്നിരിക്കരുത്. You have to be strengthened. You have to move on. You have to step forward. You cannot stay in the same place. You have to move forward. The Holy Spirit that strengthens the weak, the Holy Spirit that lifts up the weary, be upon this people today. പ്രശ്നങ്ങളെ നേരിടാൻ, പ്രതിസന്ധികളെ നേരിടാൻ, വെല്ലുവിളികളെ നേരിടാൻ, നിന്റെ മുൻപിൽ ഉയർന്നു വരുന്ന ഗോലിയാത്തിനെ കീഴടക്കാൻ നിന്റെ അകത്തൊരു ആത്മശക്തി. May your inner man be strengthened to conquer all of the problems that you're facing, all of the challenges that you're facing in the mighty name of Jesus. Praise the Lord. Praise the Lord. The level of the Holy Spirit. Your inner man has to be strengthened. You have to pray, dear people. We become weary very quickly because we live in the flesh. We have possibilities of becoming weary.
ഇവൻ ബലപ്പെടുന്നത് പരിശുദ്ധാത്മാവാണ് ബലപ്പെടുത്തുന്നത്. But your inner man strengthens because of the Holy Spirit. അത് വചനത്തിലാണ് ബലപ്പെടുന്നത്. It becomes strengthened in the അത് word. ആത്മാവിലാണ് ബലപ്പെടുന്നത്. It strengthens in the Spirit. അത് പ്രാപിച്ചേ You മതിയാകത്തുള്ളൂ. have to acquire it. അത് പ്രാപിച്ചേ You മതിയാകത്തുള്ളൂ. have to receive it. ഇന്ന് പകൽക്കാല ക്ഷീണങ്ങളൊക്കെ മാറട്ടെന്ന്. Let all your wearies and tiredness be ആത്മാവ് removed. ബലപ്പെടുത്തും. ആ തീക്കകത്ത് നിന്നെ ബലപ്പെടുത്തും. Let the ആ Holy Spirit ശോധനയ്ക്കകത്ത് strengthen നിന്നെ you. ബലപ്പെടുത്തും. ആ Let the Holy- കഷ്ടതയ്ക്കകത്ത് നിന്നെ ബലപ്പെടുത്തും. ആ ശൂന്യതയ്ക്കകത്ത് നിന്നെ ബലപ്പെടുത്തും. ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് നീ ക്ഷീണിച്ച് വഴിമാറി പോകരുത്. ആത്മാവിൽ ബലപ്പെടുക. Be strengthened in the Holy Spirit, even in your emptiness, even in your uncertainness. Be strengthened in the Holy Spirit. ബലപ്പെടട്ടെന്ന് പകലക്കാലം ബലപ്പെടട്ടെ ബലപ്പെടട്ടെ. നീ അറിയാവുന്ന അരയെ ഉടുക്കുന്ന ശക്തി ധരിപ്പിക്കുന്ന ദൈവ സാന്നിധ്യം ചിലരെ തൊടുകയാണ്. ശക്തിപ്പെടുക. ഒടുവിൽ കർത്താവിലോ അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. Receive the mighty strength of the Holy Spirit. അളവുകൾ വർദ്ധിക്കട്ടെ, അളവുകൾ വർദ്ധിക്കട്ടെ, അളവുകൾ വർദ്ധിക്കട്ടെ. അല്പം കൂടെ ആഴത്തിലോട്ട് ആ പ്രതിസന്ധി, ആ വെല്ലുവിളി, ആ രോഗങ്ങൾ അടുത്ത ആഴത്തിലോട്ട് ഇറക്കുവാനിടയായി തീരട്ടെ. May you go deeper and deeper into the Holy Spirit. All the challenges that you're facing, be gone. May you move even deeper into the Holy Spirit. Praise the Lord. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കണം. Jesus said to his disciples, until you receive the strength, live in the city, stay in the city. ആമേൻ. ആ മാളികയിൽ സംഭവിച്ചത് ഇതായിരുന്നു. This is what happened in that room. അവർ കർത്താവിനോട് നടന്നിട്ടുണ്ട്, They have walked with Christ. പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. They've done many things with God. പക്ഷെ ഇതുവരെ ഇല്ലാത്ത അടുത്ത അളവായിരുന്നു മാളിക മുറിക്കകത്ത് വെളിപ്പെട്ടു വന്നത്. But what they experienced in that room was beyond all the levels that they had experienced കർത്താവ് before. ഒന്നുകൂടെ ഒന്ന് ഒരുങ്ങിക്കോ. കർത്താവ് ready once more. ശിഷ്യന്മാർ ഒന്നുകൂടെ ഒരുങ്ങിക്കോ. He said to the disciples, be ready once more. ആമേൻ. അല്പസമയം കൂടെ പ്രാർത്ഥനയോടെ ഇരുന്നു. Stay in the prayer for a bit more longer. ആത്മാവിൻ ശക്തി നിങ്ങളുടെ മേൽ വരാൻ പോകുകയാണ്. The power of the Holy Ghost is going to come upon you. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലം സംഭവിക്കും കേട്ടോ. This will happen today morning. ദൈവത്തിന് അതുകൊണ്ട് മാത്രം നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തുള്ളൂ. Only with that can we move forward. എന്തേ പേടിച്ച അറിയത്തെന്ന് പ്രാഗിയ പത്രോസ് ധൈര്യത്തോടെ പ്രസംഗിക്കാൻ കാരണം ഹല്ലേലൂയ, ആ ശക്തി ദൈവം ശക്തീകരിച്ചു കഴിഞ്ഞാൽ, ദൈവം ബലപ്പെടുത്തി കഴിഞ്ഞാൽ നിന്റെ ഭയം മാറും, നിന്റെ നിരാശ മാറും, നിന്റെ വേദന മാറും. ഒരിക്കലും എഴുന്നേൽക്കത്തില്ലെന്ന് വിധി എഴുതിയ പത്രോസ് തന്നെ അവരുടെ നടുവിൽ എഴുന്നേറ്റത്, അവനെ എഴുന്നേൽപ്പിച്ചത് അവനെ ശക്തീകരിച്ച ദൈവത്തിന്റെ ആത്മാവാണ്. The same Peter that called curse upon himself because he was afraid was strengthened by the Holy Spirit and stood up and baptized 3,000 people right on his first message. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവം നിന്നെ ശക്തീകരിച്ചാൽ, ദൈവം നിന്നെ തൊട്ടാൽ സകലതും മറന്ന് നിനക്ക് എഴുന്നേൽക്കാനിടയായി തീരും. When the Holy Spirit touches you, you'll be able to forget all of your problems and will be able to stand up. യേശു പണ്ടത്തെ പരാജയങ്ങൾ, ഇന്നലത്തെ വീഴ്ചകൾ, ഇന്നലത്തെ വേദനകളെ മറന്ന് പുതിയ ശബ്ദമായി, പുതിയ അധികാരത്തോടെ, പുതിയ നിറവോടെ നിന്നെ എഴുന്നേൽപ്പിക്കുന്നത് ആത്മാവ് ശക്തീകരിക്കുമ്പോഴാണ്. Amen. You will stand up with new strength. You will stand up with new fullness because the Holy Spirit is filling you up to face the same problems that you faced in your past, but better than what you faced in the past. How many of you believe today morning? Strengthen me today morning, O God. To do several things, we have to tighten the waist and we have to be strengthened. മറ്റൊരു ഭാഗം അവിടെ പറയുന്നത് ബാറ്റിൽ ഫീൽഡ് യുദ്ധം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ ധൈര്യം, ഈ ബലം നമുക്ക് വേണം. To wage war and to participate in a battle, you need to have courage. Amen. Tie
truth around your waist. കാരണം യുദ്ധത്തിന് പോകുമ്പോൾ പടയാളികളൊക്കെ അമിസ്തരം അവരെ അരമുറുക്കും. അതിലാണ് ആയുധങ്ങളൊക്കെ തൂക്കിയിടുന്നത്. അത് ലൂസായി പോയാൽ ചാടിപ്പോകുവാൻ, ഓടിപ്പോകുവാൻ, വെട്ടിയെടുക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് സിംബോളിക്കായിട്ട് പറയുകയാണ്, നീ ധൈര്യപ്പെടണം, നീ ശക്തിപ്പെടണം, നീ ബലപ്പെടണം. കാരണം എന്താ? കളിക്കളത്തിലല്ല, പോർക്കളത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ യുദ്ധമുണ്ട്, ഇവിടെ വെല്ലുവിളിയുണ്ട്, വെട്ടിക്കേറേണ്ടതുണ്ട്. അതിന് ആത്മബലം ആവശ്യമാണ്. You have to ensure that your waist is tight, because symbolically the soldiers used to have their weapons hanging on their waist, and today I want to remind you that you have to strengthen yourself, and so that you're no longer in a playing field, you are in a battlefield. ഈ ലെവലിലാണ് നമ്മൾ സ്ഥിരത ഉളവാകുന്നത്. സ്റ്റെബിലിറ്റി, സ്ഥിരത ഉളവാകുന്നത് ഈ ഒരു അളവിലാണ്. Here is where we develop stability. നമ്മൾ എന്നും തയ്യാറായിട്ട് നിൽക്കും. We will be ready at all times. കാരണം അല്ലെങ്കിൽ എന്ത് വിഷയം വന്നാലും ഈ നരയാണിയാണ് അന്നേരം വീഴുന്ന കേസ്. പക്ഷെ ഈ അരയോളമായി കഴിയുമ്പോൾ, വിഷയം കേട്ട് കഴിയുമ്പോൾ ഭയപ്പെടുകയല്ല, പുറമോട്ടോടുകയല്ല, പിന്നെയോ മുട്ടുമടക്കി ആത്മശക്തി പ്രാപിച്ച് ദാവീദ് പറഞ്ഞതുപോലെ യുദ്ധത്തിനായിട്ട് എൻ്റെ കൈകളെയും പോരിനായിട്ട് വിരലുകളെ അഭ്യസിപ്പിക്കുന്നവന്റെ മുൻപ് മുട്ടുമടക്കി കയറി വരുന്ന ആ പ്രതിസന്ധിയെ, കയറി വരുന്ന ആ രോഗാത്മാവിന്, കയറി വരുന്ന ആ നിന്ദയെ, കയറി വരുന്ന അപവാദത്തെ ആത്മാവിൽ ബന്ധിച്ച് ആത്മാവിൽ ശാസിക്കത്തക്ക രീതിയിൽ തയ്യാറായി പോർക്കളത്തിൽ നിൽക്കുന്നവനായി ദൈവത്തിന്റെ ആത്മാവ് നിന്നെ മാറ്റും. When it has reached your waist level, it is beyond your ankle level, you cannot run backwards, but you will be able to stand where you are and wage war against the same challenges that rise up against you. ദൈവം നമ്മളെ ട്രെയിൻ ചെയ്യുന്ന ഒരു സമയമാണ്. God is training us in this time. ദൈവം ഉപയോഗിക്കുന്നതിന് മുൻപ്, പുറത്തെടുക്കുന്നതിന് മുൻപ് നമ്മൾ ഈ അളവ് ശരിക്കും നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിക്കും. God is training us in all these levels before we are in the battle. മോശയോട് പറയുന്നത് പോലെ ശുഭകരമായി പ്രവർത്തിപ്പാൻ ഞാൻ നിന്നെ അഭ്യസിപ്പിക്കും. Amen. As he said to Moses, to work effectively, I will be training you. ഈ ട്രെയിനിങ് പ്രോഗ്രാം അല്പം ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. You may feel that it is a bit difficult during this training period. ദൈവത്തിന് ഒരു ഇഷ്ടമുണ്ട്, എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്ക് കൊടുക്കത്തില്ല. God has a liking that he does not give his glory to anyone. അതുകൊണ്ട് നിന്നെ തന്നെ ഒരുക്കിയെടുക്കും. So God will develop you. കാരണം യുദ്ധം ഒരു ദിവസത്തേക്കല്ലല്ലോ, Because the war is not for one day. 2 വർഷത്തേക്കല്ലല്ലോ. It's not just for 2 years. എന്റെ കൂടെപ്പുറമെ ജീവനുള്ളിടത്തോളം കാലം എന്തോ ഉണ്ട്. As long as you're alive. അപ്പൊ ഇതിനെ മുഴുവൻ ജയിക്കണമെങ്കിൽ നിന്നെ പഠിപ്പിച്ചേ പറ്റത്തുള്ളൂ. So if you need to overcome all of this, you need to learn and you need to be trained. എപ്പോഴും സഭ കാണത്തില്ല, പാസ്റ്റർ കാണത്തില്ല, കൂട്ടുവിശ്വാസം കാണത്തില്ല. നീ തന്നെ ആയിരിക്കും ജീവിതത്തിലെ പല വിഷയങ്ങൾ ഫേസ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ ദൈവം അഭ്യസിപ്പിച്ചു കഴിഞ്ഞാൽ നീ പേടിക്കേണ്ട വരത്തില്ല, ലജ്ജിക്കേണ്ട വരത്തില്ല. കാരണം നിന്നെ ദൈവമാണ് നിന്റെ അരമുറുക്കിയിരിക്കുന്നത്. നിനക്ക് ധൈര്യത്തോടെ മുൻപോട്ട് പോകാൻ കഴിയും. Amen. In many times in your life, you will be alone. You will not have your pastor. You will not have your co-believers. You will not have your church. But you will be sure that the God has tightened your waist and you will be able to face it. ഒരു വലിയ ഗോലിയാത്തിനെ വീഴ്ത്തുന്നതിന് മുൻപ് ഒരു കരടിയും സിംഹത്തിന് മുൻപിൽ ഒരു ട്രെയിനിങ് കർത്താവ് കൊടുത്തായിരുന്നു. Before you face a Goliath, you will have to face a bear and a lion. അതിന്റെ അർത്ഥം ഇപ്പോഴത്തെ വിഷയങ്ങളൊക്കെ സാമ്പിൾ എടുക്കട്ടാണ്. ഇതിലും വലുത് വരുന്നുണ്ട്. അതിനെ ജയിക്കാനാണ് ഇപ്പോഴത്തെ പരുവത്തിനകത്ത് ദൈവം എന്ത് ചെയ്യുന്നത്. This means that you are only facing the small and sample dynamites. There are bigger ones to come. Praise the Lord. Hallelujah. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ട്രെയിനിങ് പീരീഡ് ക്ഷീണിച്ചു പോകരുത്. Do not be tired in the training period. 40 വർഷം മോശയെ ട്രെയിൻ ചെയ്തതുപോലെ നമ്മളെ ഓരോരുത്തരെ പരിശുദ്ധാത്മ അഭ്യസിപ്പിക്കുകയാണ്. എന്തിന്? ഗോലിയാത്തിന്റെ അല്ല വിഷയം. അതിന് മുൻപിൽ നീ മുട്ടുമടക്കരുത്. യോർദാനല്ല വിഷയം, അതിന്റെ മുൻപിൽ നീ മുട്ടുമടക്കരുത്. ചെങ്കടലല്ല വിഷയം. ഇതൊക്കെ വരുമെന്ന പക്ഷെങ്കിൽ ഒരു ദൈവവൈതൽ അതിനെ എല്ലാം ക്രോസ് ചെയ്ത് അതിനെ എല്ലാം കീഴടക്കി നീ മുൻപോട്ട് പോകണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനെ ട്രെയിൻ ചെയ്യും. Amen. As God trained Moses for 40 years, you should not be bowing your knees before Goliath. You should not be bowing your knees before Jordan or the Red Sea. But God is training you so that you may overcome all of those problems. ജയം തരുന്നതിന് മുൻപ് ഒരു പരിശീലനം. Before victory, there is a training. നമുക്കറിയത്തില്ലേ, മരമൊക്കെ വെട്ടുന്നതിന് മുൻപ് അവൻ ആയുധം മൂർച്ച കൂട്ടുന്നത് പോലെ കൂടപ്പറമ്പ് വെട്ട് തുടങ്ങിയിട്ടില്ല, മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. Amen. Before cutting down trees, you see that the equipments become sharpened. Likewise, the cutting has not begun. The sharpening has just begun. നമ്മൾ എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്. Amen. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം ദൈവസ്ഥലം അടയ്ക്കാം. Can we close our eyes before? എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചാട്ടെ. Can you pray?
ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. മുട്ടോളമുള്ള അവസ്ഥ. The level of being up to the knees. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ എപ്രകാരമാണ് ആയിരിക്കുന്നത്. Just think about it. Where are we now? ദൈവം ചിലതൊക്കെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചു, ഒരു പക്ഷെങ്കിൽ അത് ബുദ്ധിമുട്ടെന്ന് കണ്ട് പുറമോട്ട് പോയിട്ടുണ്ടെങ്കിൽ, കുഞ്ഞ് ഇന്ന് പകൽ ഞാൻ ഓർപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവ് പുറകോട്ട് അളക്കത്തില്ല, നമ്മളാണ് പുറമോട്ട് പോകുന്നത്. നിന്റെ അളവ് ഇപ്പോഴും നിന്റെ മുൻപിലുണ്ട്. കയറി വരാൻ തയ്യാറായാൽ, പ്രാർത്ഥിച്ച് ഒരുക്കപ്പെട്ട് കയറി വരാൻ തയ്യാറായാൽ അടുത്ത അളവിലോട്ട് നിന്നെ ഇറക്കാൻ ദൈവം വിശ്വസ്തനാണ്. You might have felt discouraged and moved backwards. I'm encouraging you, children of God. God only measures forward, and I encourage you that you may step forward depending on the Holy Spirit. ആമേൻ. ദൈവം ബലപ്പെടുത്തുന്നത് എത്ര പേർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? How many of you have been able to experience God strengthening you? അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? How many of you were able to experience the inner man being strengthened? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ധൈര്യത്തോടെ വിഷയങ്ങളെ ഫേസ് ചെയ്യാൻ എത്ര പേരെ പരിശുദ്ധാത്മാവ് ട്രെയിൻ ചെയ്തിട്ടുണ്ട്? How many of you have experienced being able to face problems courageously? നമ്മൾ പറഞ്ഞില്ലേ, കർത്താവ് ഈ കഷ്ടം മുഴുവൻ എനിക്കാണോ, ഈ പ്രശ്നം മുഴുവൻ എനിക്കാണോ, ഈ പ്രതിസന്ധി മുഴുവൻ എനിക്കാണോ? ഇല്ല പ്രിയപ്പെട്ടവരെ, നിന്റെ അളവനുസരിച്ച് യുദ്ധത്തിന് വ്യത്യാസമുണ്ട്. നീ നിൽക്കുന്ന അളവനുസരിച്ച് നീ നേരിടുന്ന പ്രതിസന്ധിക്ക് വ്യത്യാസമുണ്ട്. നിന്നെ തകർക്കാനല്ല, മുടിക്കാനല്ല, ഉടച്ചു കളയാനല്ല, അവിടെ നിന്നെ ജയാളിയാക്കി അടുത്ത ഉത്തരവാദിത്വം, അടുത്ത ദൈവിക പദ്ധതിയിലോട്ട് നിന്നെ മുൻപിൽ നിർത്താൻ പരിശുദ്ധാത്മാവ് ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. You might be saying, God, why me? Why am I facing the problem? I'm reminding you today, according to your level, He will be giving you your struggles so that you may be able to stand and face what's coming in front of you. ഉടച്ചു കളയാനല്ലെന്നേ, Not to break you, എറിഞ്ഞു കളയാനായിട്ടല്ല, not to destroy you, ഉപയോഗിക്കാൻ കണ്ടിട്ടാണ് നിന്റെ മേൽ കൈവച്ചതെന്ന്. but to use you. That is why He has selected you. അവൻ നിന്നെ വെട്ടിയെടുത്തത് അവൻ നിന്നെ മാനപാത്രമാക്കി തീർക്കാനാണ്. He has chosen you so that He can honor you. അവൻ നീ ഒഴിഞ്ഞു മാറരുത്. Do not go away from അവൻ God. ഭാരം വരുമ്പോൾ അയ്യോ മതി എന്ന് പറയരുത്. Don't say, Lord, I've had enough when you're facing your struggles. മുട്ടുമടക്കുക, Go before God and bend your knees. ദൈവത്തോട് കരയുക. Cry before God. കൃപ വേണം കർത്താവേ, Ask for grace. കൃപ വേണം കർത്താവേ. Ask for grace. അവൻ എനിക്ക് മുന്നേറാൻ കഴിയുന്നില്ല. Lord, I cannot move എന്റെ forward. കാലുകൾ കുഴയുകയാണ്. Lord, my legs are weak. കർത്താവ് എനിക്ക് പുറകോട്ട് പോകാൻ കഴിയത്തില്ല. Lord, I cannot go backwards. എനിക്ക് മുന്നേറാനും കഴിയുന്നില്ല. I am not able to go forwards കുഞ്ഞേ, either. അവൻ അളന്നവൻ നിന്റെ കൂടെ ഇറങ്ങുന്നുണ്ടെന്ന്. The one who has measured is with you. അവൻ ഒരളവിൽ കൊണ്ടിറക്കിയിട്ട് മാറി നിൽക്കുകയല്ല, നിന്നെ അവൻ ഇറക്കിയതല്ലേ, നീ തന്നെ ഇറങ്ങിയതല്ലോ. പരിശുദ്ധ ഇറക്കിയതാണെങ്കിൽ അവൻ നിന്നെ ശക്തീകരിക്കും, അവൻ നിന്നെ ബലപ്പെടുത്തും, അവൻ നിന്നെ താങ്ങുവാനിടയായി തീരും. He did not abandon you after measuring. He is with you. He will strengthen you and He will hold your hand and He will guide you through this. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. Can we close our eyes before the presence of God? നമുക്ക് ഈ ദൂതന്റെ മുൻപിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ച്, Can all of you pray? കർത്താവേ, അവൻ മുന്നേറാൻ കഴിയാത്ത ഭാരപ്പെടുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച്, കർത്താവ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. Those who are facing, those who are in a problem that they can't move forward, pray, God, I do not know what to do. എന്റെ അകത്തെ മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുത്തണം. Strengthen my inner man. പലതിനും മറുപടി പറയാൻ കഴിയുന്നില്ല. But I'm not able to answer to many things. ഞാൻ ആഗ്രഹിച്ച സ്വപ്നം കണ്ടതൊന്നും എന്റെ മുമ്പിൽ സംഭവിക്കുന്നില്ല. Whatever I've dreamt of is not happening before my പ്രതീക്ഷിക്കാത്ത പല eyes. വേദനയിലൂടെ കടന്നു പോകുമ്പോൾ, As you're going through many problems and pains, ആമീൻ, യഹോശാഫാത്ത് പറഞ്ഞതുപോലെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. as Jehoshaphat said, Lord, we do not know what to do. ഇന്ന് പകൽക്കാലം യുദ്ധ യഹോവ ഏറ്റെടുക്കുവെന്ന്. Let the Lord do your battle. കർത്താവ് ശക്തിപ്പെടുത്തട്ടെ. May God strengthen you. കർത്താവ് ബലപ്പെടുത്തട്ടെ. May God build you. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, Holy Heavenly Father, ആമീൻ, ഈ പകൽക്കാലം ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു I പ്രാർത്ഥിക്കുന്നു. bless the congregation in today morning. ആമീൻ. കർത്താവേ, ഒരു ബലം ഇന്ന് പകൽക്കാലം കൽപ്പിക്കണമേ. Lord, I pray that you may command strength upon these people. ആമീൻ. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. Let their inner man be strengthened. പുറമെയുള്ളവൻ സന്തോഷിച്ച് ചിരിച്ച് കാണിക്കുമ്പോൾ അകത്തെ മനുഷ്യൻ പലപ്പോഴും വേദനിച്ച് ആമീൻ കുഴഞ്ഞിരിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം കർത്താവ് പുറമെയുള്ളവൻ അല്പം കരഞ്ഞാലും അകത്തെ മനുഷ്യൻ ആമീൻ ആമീൻ ബലപ്പെടട്ടെ, അകത്തെ മനുഷ്യൻ ശക്തിപ്പെടട്ടെ, അകത്തെ മനുഷ്യൻ ഉണർന്നിരിപ്പാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. Lord, I pray even though their outer man may be faking, maybe smiling, Lord, I pray that
that their inner man be strengthened during this time, oh Father Lord. Even if the physical man becomes weak, I pray that the inner man be strengthened, oh Lord. നമുക്ക് ഈ അളവിൽ നിന്ന് ആരും പുറമോട്ട് പോകരുത്. Let no one go backwards from this level. കർത്താവ് ഞങ്ങളെ അഭ്യസിപ്പിക്കുന്നതിനായി സ്തോത്രം. Lord, I thank you that you're training ഞങ്ങളെ them. ഒരുക്കിയെടുക്കുന്നതിനായി സ്തോത്രം. I thank you that you're training and preparing them. ഞങ്ങൾ ഒരുമിച്ച് ദൈവം മുമ്പാകെ വീഴുകയാണ്. Lord, we surrender ourselves before you. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. In the mighty name of Jesus. കര ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. Can we all praise our Lord and Savior? ആമേൻ. സ്തോത്രം.